ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫാമിലാണ്. കുഞ്ഞൊരു ഫാമാണ്. ഫാം ഓപ്പൺ ആക്കിയിട്ടൊന്നുമില്ല. ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ഓപ്പൺ ആവുള്ളൂ. ഇതവിടുത്തെ മീൻ കൃഷി നടക്കുന്ന ഒരു സ്ഥലമാട്ടാ. ഇതിലാണ് മീനുകളൊക്കെ ഇടുക. പിന്നെ ഇവിടെ ഒരു ഏർമാടം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അവിടെ ജോലി ചെയ്യണവർക്ക് വിശ്രമിക്കാനും ഒക്കെ. ഇതവിടുത്തെ ജോലി ചെയ്യണ ഒരു ചേട്ടനാട്ടാ. ഇതിൽ മീനൊക്കെ ഇട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. കുഞ്ഞു മീൻകുട്ടികളൊക്കെയാണ്. ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങി ആഗസ്റ്റിലൊക്കെ ആകുമ്പോഴാണ് മൊത്തം എല്ലാതും ഉണ്ട്. ഇവിടെ ചോറ് വെക്കണ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മറ്റേ പോത്ത് എല്ലാത്തിൻ്റെയും എല്ലാം കൂടുള്ളൊരു ഫാമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫാമൊക്കെ കാണുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു ആകാംക്ഷ കേട്ടോ. വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല. ജസ്റ്റ് ഞാൻ കാണുന്നത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്താലാന്നുള്ളൊരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കൃഷി നമുക്കൊന്നും അറിയില്ല. അപ്പം നമുക്ക് ഇവിടെ ചേട്ടന്മാരോട് ചോദിച്ചു നോക്കാം. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അച്ചാച്ചൻ വരുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാട്ടെ എന്തൊക്കെ കൃഷിയാണ് ഇവിടെ നടത്തണേന്ന്. കരിമീൻ, കല്ലുത്തി, എല്ലാ മീനും ഇവിടെ എന്തൊക്കെ ഉണ്ട് കൃഷി? ഇവിടെ കൊള്ളി, ചേമ്പ്, കൂവ, വാഴ, മാവ്, പ്ലാവ്, ചേന എല്ലാം ഉണ്ട്. പുല്ല്, താറാവ്, കോഴി, എരുമ, പൂത്ത്, എല്ലാ ബിസിനസ് ഉണ്ടല്ലേ. വാഴ. ഇനിയിപ്പോ അവിടെ ഷെഡ് ഇട്ടണം എന്തിനാ? അതില് കോഴി, മറ്റൊരു താറാവ്, ഇതില് ആട്, അതിനപ്പുറത്ത്. ഇവിടെ കുറേ മീൻ കുഞ്ഞുങ്ങളെ കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഓപ്പൺ ആവണല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ കുറേ ഷെഡുകൾ ഇട്ടിട്ടുണ്ട്. കുറേ ഉണ്ട്. താറാവ്, കോഴി, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടെന്നാണ് ചേട്ടൻ പറയണേ. അപ്പം നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തൊക്കെ കൃഷികളെ? കൃഷിയൊന്നും ആയിട്ടില്ലല്ലോ, ആവാൻ പോകുന്നല്ലേ ഉള്ളൂ. ആണോ? എന്തൊക്കെ തുടങ്ങാൻ പ്ലാൻ? ഒരുപാട് പ്ലാൻ ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പിന്നെ ആഗ്രഹങ്ങൾ പലതും ഉണ്ട്. ഇവിടെ കോഴിയാ? കോഴി, അതിന്റെ അപ്പുറത്ത് താറാവ്. എപ്പുറത്ത് താറാവ് ഉണ്ടായില്ലല്ലേ? തുടങ്ങണുള്ളല്ലേ? താറാവ് വരാൻ പോകുന്നല്ലേ. ഫാമിന്റെ പണിക്ക് ഏകദേശം തുടങ്ങി വരുന്നുള്ളൂ കേട്ടാ. അപ്പോൾ ഓരോന്നൊക്കെ അവർ സെറ്റാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. താറാവും കോഴിയൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അണിയെ ഞങ്ങൾക്കൊന്ന് വിളിക്കിട്ടാ. ഇവിടെ മാത്രമുള്ള ആടിന്റെ പ്രോട്ടം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. കൂടിന്റെ സെറ്റിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് ആഗസ്റ്റോട് കൂടിയിട്ടൊക്കെ ഇതൊക്കെ എന്താവുള്ളൂ, ഏകദേശം ഒരു സെറ്റ് ആയിട്ട് വരുള്ളൂ. പിന്നെ അങ്ങേ സ്ഥലത്ത് പോത്താണ്. ഇതിന്റെ അതാ പച്ചരി അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫാമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളത്. ഗ്രൂപ്പ് ഫാം. ഇത്ര പൈസയും കൊടുത്താൽ മതി. കുറച്ച് ആഗസ്റ്റോട് കൂടിയിട്ടൊക്കെ വലുതായിട്ട് കൊടുത്തു കേട്ടോ. ഫാമിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായി ആഗസ്റ്റിലൊക്കെ ഓപ്പൺ ആവുമെന്നാണ് അവർ പറയണേ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു വരവും കൂടെ വരാം. ഇതിപ്പോൾ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. ഇത് എൻ്റെ ഒരു സന്തോഷത്തിനും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടത് കേട്ടോ വീഡിയോ. ഞാൻ എൻ്റെ ചാനലിൽ കൂടെ എൻ്റെ സന്തോഷങ്ങളായിട്ട് അറിയിക്കണേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഫാമിലിക്കൊക്കെ വരാതിട്ടേ ഉള്ളൂ. ഞാൻ വീട്ടിലേക്ക് പോവാട്ടാ. ഇവിടെ കുറച്ച് മഞ്ഞൾ കൃഷി, മഞ്ഞൾ, ചോളം, കൂർക്ക അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നത്. അവിടെ ജോലി എടുക്കുന്ന ചേട്ടനാണ്. അപ്പം നമ്മളോട് ഇങ്ങനെ ഓരോന്നും പറയാണ്. വാഴക്കൃഷിയൊക്കെ ഇപ്പോൾ അവർ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആഗസ്റ്റിക്കൊക്കെ സെറ്റാവുന്നതാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് ഒന്നും കൂടെ വന്ന് കാണാമല്ലോ. കുറച്ച് കോഴി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ ഇറക്കിയിട്ടുള്ളൂ. ഇനി പോത്ത് എല്ലാം കൂടെ ഉള്ളൊരു ഫാമാട്ടാ. ഫിഷ് എല്ലാതും ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ആഗസ്റ്റിലൊക്കെ ഓപ്പണായിട്ട് ഒന്നും കൂടെ വന്ന് വീഡിയോ എടുക്കും. ഇത് എൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് അറിയിച്ചെന്നുള്ള. ആരും നെഗറ്റീവൊന്നും അടിക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.